നമസ്തേ. ഇന്ന് നമുക്കുണ്ടല്ലോ ഈ ബ്ലൗസ് ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാരി കുറച്ച് പ്ലെയിനാണ് സാധനം, ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാരി. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയല്ല വരിക, കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ വരിക. കാണോ, കംപ്ലീറ്റ് ഇങ്ങനെ ആയിട്ടാണ് വരിക. അപ്പോൾ നല്ല ഇതുണ്ടോ, ഈ സൈഡ് കസവ് വരുന്നുണ്ട്, പക്ഷെ അതങ്ങനെ കാണുന്നില്ല. കസവുണ്ട് നമുക്ക് മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പം കംപ്ലീറ്റ് വർക്ക് ചെയ്യാണ്ടെന്ന ഒരു രസം ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് കൈക്ക് വർക്ക് കൊടുക്കാം, കഴുത്തിന് വർക്ക് കൊടുക്കാം. പക്ഷെ നമുക്ക് എന്താ പറയുക, ബുട്ടിക്കിലൊന്നും കൊടുത്ത് ചെയ്യിക്കുവാണെങ്കിൽ എനിക്ക് തോന്നും ഒരു 5000 രൂപേൻ്റെ അടുത്ത് എന്തായാലും. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൈ നല്ല ഹെവി ആയിട്ട് ചെയ്യാൻ, കൈ കഴുത്തൊക്കെ ഹെവി ആയിട്ട് ചെയ്യാൻ 5000-ന് മുകളിലായി എന്നാണ് പറഞ്ഞത്. അതുപോലെ ഫ്രണ്ട് ജയിച്ചിട്ടുണ്ട് 5000-ന് മുകളിലായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുക അത്രയും പൈസ കൊടുത്ത് ചെയ്യാൻ ഇതില്ലല്ലോ. അത്ര നമ്മൾ സാരിയെ ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് മേടിക്കുക, എന്നിട്ട് അതിൻ്റെ അപ്പുറം ബ്ലൗസിന് ഇനി ഒരു എമൗണ്ട് നടക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റൂ കേട്ടോ. നമുക്ക് സീക്വൻസ് മേടിക്കുക, ഇതൊക്കെ മേടിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാം. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം ഒരു വശം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു പാർട്ട് ചെയ്തു, കൈൻ്റെ ഒരു ഭാഗം ചെയ്തു. ഇതാണ് ഞാൻ ചെയ്തു വെച്ച ഭാഗം. അപ്പം ഇതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ എല്ലാവരും കൂടി എനിക്കൊരു 200 രൂപ ചിലവായിട്ടുണ്ടാവും. 200-300 അത്രയും ചിലവായിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ അപ്പുറമൊന്നും പോയിട്ടില്ല. അപ്പം നമുക്ക് ഇത് ആദ്യം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരടിക്കാണോ ബ്ലൗസ് അടിക്കാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്ലോത്ത് ഫസ്റ്റ് എടുത്തുകൊണ്ട് പോവുക. ഇപ്പം നിങ്ങൾക്ക് സാരിയിൽ നിന്ന് കട്ട് ചെയ്യാൻ പേടിയാണ്, നിങ്ങൾക്ക് സാരി അടക്കം എടുത്തിട്ട് പോവുക. അതിൻ്റെ സാരി കട്ട് ചെയ്യിപ്പിക്കുക, ബ്ലൗസിൻ്റെ പീസ് കട്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അവരോട് ഇതുപോലെ ബ്ലൗസ് കൈ ഇങ്ങനെ തന്നെ വരച്ച് തരാൻ പറയാം. ഞാനത് ക്യാമറ മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ അത് വരക്കാൻ പറയാം. അപ്പോൾ അത് വരച്ച് കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടും, എത്രത്തോളം വെക്കണം എന്നുള്ളത്. അപ്പം നമുക്ക് ആ അളവിന് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ഇളകി പോകുന്നുള്ള ടെൻഷൻ വേണ്ട, ഇതങ്ങനെ ഇളകുന്നൊന്നുമില്ല. നോക്ക്, അപ്പം നമ്മൾ ഇങ്ങനെ വലിച്ചാണെങ്കിൽ ഇളകി വരില്ല, കണ്ടോ, ഇളകുന്നില്ല. ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഡിസൈൻ. ശരിക്കും നിങ്ങൾക്ക് തന്നെ കാണുന്നില്ലേ, കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇതിനാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ ബോർഡറിന് നമ്മൾ ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യും. ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് സെറ്റാക്കി ചെയ്യുക. ഇതിപ്പോൾ ക്യാമറയിലായതുകൊണ്ട് ഒട്ടും കാണുന്നുണ്ടാവില്ല. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസിൽ ഈ കസവിൽ എന്താണോ വർക്ക് വരുന്നത് അതിൽ വെച്ചിട്ട് അതേപോലെ കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. നമ്മൾ ആദ്യം ഈ ചെയിൻ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഈ ചെയിൻ ഇതിന് ഇതുണ്ടോ, ഇതാണ് ചെയിൻ. ഇതിന് 35 രൂപ കേട്ടോ മീറ്ററിന്. 1 മീറ്ററിന് 35 രൂപയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ 35 രൂപ ഒരു 1.25 മീറ്റർ, എൻ്റെ ബ്ലൗസിനാണെങ്കിൽ 1.25 മീറ്റർ വാങ്ങിയാൽ തന്നെ 2 എണ്ണത്തിനും എത്തും. അപ്പോൾ അത്രയും നമുക്ക് എമൗണ്ട് ആവശ്യമുള്ളൂ. ഈ ഒരു ഇതിൽ ഇത്രയും ആവശ്യമുണ്ടാവുള്ളൂ. നമുക്ക് ആദ്യം ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ ഗമ്മൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഓൾറെഡി ഇവിടെ ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ലൈനിൻ്റെ മുകളിലേക്ക് അങ്ങനെ തന്നെ ഗമ്മൊട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിലുള്ള സെയിം സാധനം കുറച്ച് എന്താ പറയുക ബീഡും ഇതൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഹാഫ് ഗോൾഡ് ബീഡാട്ടോ. അത് പിന്നെ ഇതിനെത്രയാ, ഇതിനും അല്ല ഇങ്ങനെ സ്പൂണിൽ 20 രൂപയ്ക്ക് അങ്ങനെ മേടിക്കുന്നതാണ്. അതും കുറച്ച് വാങ്ങിയാൽ മതിയായിരിക്കും, ഒരു 80 രൂപ അങ്ങനെയെല്ലാം വാങ്ങിയാൽ മതി. ഇത് ഒരുപാട് എത്തും കേട്ടോ, ഇതൊരുപാടുണ്ടാവും. അപ്പോൾ ഞാനതങ്ങനെ തന്നെ നമ്മുടെ ഈ ലൈനിൻ്റെ താഴത്ത് ഇത് കുറച്ചും കൂടി കാണാനൊന്നിങ്ങനെ എടുത്ത് കാണിക്കുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അടിയിലിങ്ങനെ വെച്ച് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് മറ്റേ ഈ ബീഡിനെന്താ പറയുക, കട്ട് ബീഡ് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കട്ട് ബീഡും അതിൻ്റെ നടുക്ക് ജസ്റ്റ് ഒരു ഗോൾഡൻ സ്വീക്വൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു കളർ ആഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു റെഡ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റോണല്ല, ഇങ്ങനെ മറ്റേ ഒരു മാതിരി ഒരു സാധനം. അതിൻ്റെ പിന്നെ ഗ്രീനി, അതായത് റെഡ് ഗ്രീനി അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓൾറെഡി ഉള്ളത് ഞാൻ ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ മാല, ഇതിന് ഞാൻ വാങ്ങിച്ച മാല ഈ ഗ്രീനും റെഡും സ്റ്റോൺ വരുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇതിന് നമുക്ക് റെഡും ഗ്രീനും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതാക്കിയത്. പിന്നെ ആ സ്റ്റോണിനെ കുറച്ചും കൂടി ഒന്നും ഇങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചെയിൻ കിട്ടും, അതായത് ബീഡ് ചെയിൻ ഇതിന് പറയാം. ഇത് കുറേ സൈസിൽ കിട്ടും കേട്ടോ. വലിയ ചെയിൻ ഉണ്ടാവും, സാധാ ചെയിൻ ഉണ്ടാവും, അങ്ങനെ കിട്ടും. അപ്പോൾ ചെയിനിന് ബീഡ് ചെയിനിന് മീറ്ററിന് എത്ര 15 രൂപയോ 10 രൂപയോ അങ്ങനെ കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ട് അതൊരു 2 മീറ്ററോ അല്ലെങ്കിൽ 1 മീറ്ററോ വാങ്ങിയാൽ മതി, നമുക്ക് എത്തും, കറക്റ്റായിട്ട് എത്തും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ അതിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാണ്ട് ഈ സീക്വൻസ് അല്ല, ഇതൊരു സീക്വൻസ് എന്ന് പറയാം. അപ്പോൾ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ആരി വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരും ഇങ്ങനെ കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ആരി വർക്കല്ല, ഇത് ആരി വർക്കിനോട് കമ്പയർ ചെയ്യരുത്, പിന്നെ എന്താണ് ആരി വർക്ക് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് അങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി കേട്ടോ, എനിക്ക് നല്ല ചുമയാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആരി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇതാക്കിയിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ആരി വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ആരി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നമ്മൾ നീഡിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മളിപ്പോൾ നീഡിൽ വെച്ച് സാധാ ഒരു എംബ്രോയ്ഡറി ചെയ്യുന്നതിന് ഹാൻഡ് വർക്ക് ആകുമ്പോൾ നമുക്ക് എന്തായാലും നല്ല ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. അതായത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണം, അത്രയും ടൈമില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്തെടുത്തത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ എളുപ്പമാണെന്നല്ലോ വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ളവർക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ആരി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞതല്ല. സോറി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. മിററിനും അതേപോലെ നമ്മൾ ഗോൾഡൻ ചെയിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഡിസൈനില്ല, അത് ഓൾറെഡി അതിലുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ആ ഡിസൈനിന് ഞാനിങ്ങനെ നമ്മളെ സർദോസി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. ആ സർദോസി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടാട്ടോ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് തുന്നി പിടിപ്പിക്കുന്നതാണെങ്കിൽ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം ഒഴിവാക്കി ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു എന്ന് മാത്രം. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ച ഗമ്മ് B7000 ആണ്. ഞാൻ എല്ലാ വീഡിയോസിലും B7000 ആണ് ഉപയോഗിക്കൽ. അത് കുറച്ചും കൂടി ബെറ്ററാണ്. അങ്ങനെ ഊരിപ്പോവോ പരിപാടിയൊന്നും ഇല്ലാത്ത നല്ല ഗമ്മാണ്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ കിട്ടും, ഫാബ്രിക് ഗ്ലൂവും ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്വീക്വൻസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ചില സ്ഥലത്ത് ഗ്യാപ്പ് വരുന്നെടുക്കുക. ഞാൻ ഗ്രീൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ബീഡ് ചെയിൻ്റെ മുകളിൽ ഒരു ലൈനും കൂടി ഉണ്ട്. ആ ലൈനിൽ സ്വീക്വൻസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കംപ്ലീറ്റ് ഇങ്ങനെ ലൈനായിട്ട് സ്വീക്വൻസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, ഇത്രയ്ക്കായിട്ടും എനിക്ക് ഈ സാരി ഇടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ. ഈ സാരി എന്താ പറയുക, ഞാനിങ്ങനെ തലേന്ന് ഇട്ട് നോക്കുമ്പോഴത്തെ ടൈമായിരുന്നു അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് വന്നത്. അതുകൊണ്ട് കല്യാണത്തിന് പങ്കെടുക്കാനും ഇതാക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ സാരി ഇട്ടിട്ടുള്ള ഫോട്ടോസൊന്നും ഇല്ലാത്തത് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഇടാൻ ലേറ്റായതിൻ്റെ കാര്യം, വീഡിയോ ഇടാൻ ലേറ്റ് ആയതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പോകുമ്പോഴത്തേനും അച്ഛൻ മരിച്ച്, രണ്ടാമത് ഇതേപോലെ എഡിറ്റ് ചെയ്ത് എല്ലാക്കി ഇടാൻ പോകുമ്പോഴത്തേനും മോൻ ഹോസ്പിറ്റലിലായി. എന്താണെന്നറിയില്ല, ഈ വീഡിയോ ഇടാൻ എനിക്കൊരു എന്താ പറയുക, ഈ രാശിയില്ല എന്നെല്ലാം പറയില്ലേ, ആ അവസ്ഥയായിരുന്നു. എനിക്കിതിടാനേ പറ്റിയില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ആരി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ശാപമായിരിക്കാം. അപ്പോൾ നമ്മൾ പിന്നെ കൊടുക്കുന്നത് ഗോൾഡൻ കോയിൻസ് ആണ്. കോയിൻസ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും ഇങ്ങനെ ഭയങ്കര ഒരു എടുപ്പ് കിട്ടും. നമ്മളെ എന്താ പറയുക, ഹെവി ആക്കണം എന്ന് തോന്നുന്ന സാധനത്തിന് നമ്മൾ കോയിൻസ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇത് ഞാൻ ചെയ്തത് എന്താണെന്നറിയോ, ഇതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞ ഒരു സെലിബ്രിറ്റീൻ്റെ ഇതിൽ മൊത്തം കോയിൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോയിൻസ് കൊടുത്തിട്ട്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ കോയിൻസ് കളർ പോകും കേട്ടോ. ഇത് നമുക്ക് അധികം ഇങ്ങനെ വലിയ ക്വാളിറ്റിയുള്ള സാധനമൊന്നുമല്ല, കളർ പോകും, ഡെഫിനറ്റ്ലി കളർ പോകും.
നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ സാധനം മേടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ മേടിക്കണം കേട്ടോ. എൻ്റെ ഇവിടെയൊന്നും അങ്ങനെ ക്വാളിറ്റിയുള്ള കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടൽ കുറവാണ്. ഇത് എനിക്കൊന്ന് ഒരു 2-3 യൂസിൽ തന്നെ അതിൻ്റെ കളർ പോകും. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ആകെ 1-2 ഈ ഒരു സാരിയൊക്കെ 1-2 ടൈം മാത്രമേ ഇടുള്ളൂ. പക്ഷേ ഇതിനിടയ്ക്ക് അംബാനീൻ്റെ കല്യാണത്തിന് നമ്മളെ ഇവരില്ലേ സൂര്യൻ്റെ വൈഫ് ജ്യോതിക ഇതേ സാരിയായിരുന്നു ഇട്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമായിപ്പോയി. അയ്യോ എൻ്റെ സാരി എനിക്കിടാൻ പറ്റിയില്ലല്ലോ. ആ ക്വാളിറ്റി അല്ല, ആ ഒരു എന്താ പറയുക സെയിം. എനിക്കൊന്ന് ഇപ്പോഴത്തെ ട്രെൻഡായിരിക്കും. ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് എടുത്തത്. ഞാൻ ഈ സാരി വാങ്ങിയ സമയത്ത് ആർക്കും ഞാൻ കാണിച്ചു കൊടുത്തില്ല. ഞാൻ പറഞ്ഞത് സർപ്രൈസാണ്, ഞാൻ കാണിച്ച് തരൂല എന്നെല്ലാം പറഞ്ഞിട്ട് വെച്ചതായിരുന്നു. പക്ഷേ എനിക്ക് ഉടുക്കാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല എന്നുള്ളത് സത്യം. ഇപ്പം എനിക്ക് ഈ സാരി കാണുമ്പോൾ എനിക്കിങ്ങനെ സങ്കടം വരും. അയ്യോ ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ ഇപ്പം ഇടുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ ഇടാം കമ്മ്യൂണിറ്റി ടാബിൽ. നോക്കട്ടെ, ഞാൻ പറ്റുവാണെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കോയിൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലത് വാങ്ങിയിട്ട് തുന്നിക്കൊടുത്താലും മതി കേട്ടോ. തുന്നിക്കൊടുത്താലും നിൽക്കും. മാക്സിമം ഗമ്മ് യൂസ് ചെയ്ത് ഒട്ടിക്കുന്നതായിരിക്കും ബെറ്റർ. തുന്നിക്കൊടുത്താൽ പിന്നെ കുറച്ചും കൂടി നിൽക്കുന്നുള്ള ഒരു ഇതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ വീഡിയോന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. സോറി ലേറ്റ് ആക്കിയതിൽ. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുറേ റീസൺസ് ഉള്ളതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാതെ. ഇപ്പം ഞാനിത് ചെയ്യുന്നത് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഇനി ഇടാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മളെ ഏകദേശ പരിപാടി തീരാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കില്ലേ ആരി വർക്ക്, ശരിക്കുമുള്ള ആരി വർക്ക് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എന്നോട്. അങ്ങനെയാണ് ഞാൻ ബേസിക്കും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു തരാം. പിന്നെ അതുപോലെ ബ്ലൗസിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ പറയണം. ഈസി ആയിട്ടുള്ള മെത്തേഡ്, അതായത് ഒട്ടും അറിയില്ല, നമുക്കിപ്പം ബ്ലൗസ് അടിക്കണം പക്ഷെ ഒട്ടും അറിയില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ഞാൻ വീഡിയോസ് ഇടാം. അത് പറഞ്ഞാൽ മതി, വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ ആ വീഡിയോയും കൂടി ഇട്ടുതരാം. ഇപ്പോൾ ഞാൻ മുന്നേന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ബ്ലൗസ് കറക്റ്റായിട്ട് അറിയില്ല മീൻസ് എനിക്ക് എൻ്റെത് തയ്ക്കാൻ അറിയുള്ളൂ. അപ്പം കൈക്കുഴിയും ഇതൊക്കെ ഭയങ്കര പ്രശ്നം, ഒരു ചുളിവ് വരും എൻ്റെ. അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ ഈസി മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൗസും കൂടി അടിക്കാൻ പഠിച്ച അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ പറയാം, കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആ വീഡിയോയും കൂടി ഇട്ടുതരാം. അപ്പോൾ നമുക്ക് ഈ സ്വീക്കൻസ് ഇങ്ങനെ തന്നെ ഒട്ടിച്ച് കൊടുത്തങ്ങ് പോവാം. ഇനിയിപ്പോൾ പറഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് മതിയായി. ഒന്നാമത് എനിക്ക് ജലദോഷം തൊണ്ടവേനൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ, അയ്യോ എനിക്ക് വയ്യേ. ഈ ഒടുക്കത്തെ പനിയാണെങ്കിൽ മാറുന്നുമില്ല, ജലദോഷവും മാറുന്നില്ല, അതിൻ്റെ അവസ്ഥയിലുള്ളത്. അതാ എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഡിസൈൻ എന്താണെന്ന് ഉള്ളത് അത് കുറേ ഇത് വെച്ചിട്ടങ്ങ് കംപ്ലീറ്റ് ചെയ്യുക, അത്ര തന്നെ. സീക്വൻസും ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ഓരോന്നിൻ്റെയും പാക്കറ്റിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ സീക്വൻസൊക്കെ ഒരു പാക്ക് ഒരു സ്പൂണ് 20 രൂപേൻ്റെ സ്പൂണാണ് കിട്ടുക. അപ്പോൾ അത് ഒരു സ്പൂൺ വാങ്ങിയാൽ തന്നെ ഒരുപാടുണ്ടാവും. ഒരു സ്പൂണിൽ ഇത് കോരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പാടുണ്ടാവുന്നുണ്ടോ. അപ്പോൾ ഒരുപാടുണ്ടാവും, അതൊരു സ്പൂൺ വാങ്ങിയാൽ മതി. പിന്നെ നമുക്കിപ്പം മെയിനായിട്ടും വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ബീഡ് ചെയിനും പിന്നെ മറ്റേ ഒരു ചെയിൻ കാണിച്ചു തന്നിട്ടില്ലേ നമ്മൾ, വേറൊരു ചെയിൻ, ആ ചെയിനും അത് കുറച്ചധികം വരിക. പിന്നെ ബീഡ്സും സ്റ്റോൺസെല്ലാം ഈ പറയുന്ന പോലെ 20 രൂപ 40 രൂപയെന്ന് തോന്നുന്നു സ്റ്റോൺസ് നമുക്ക് 40 രൂപയ്ക്ക് കിട്ടും. അത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. അത് ഒരു സ്പൂണിന് 40 രൂപ കിട്ടും. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇതാക്കിയിട്ട് കിട്ടാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റോൺസ് വെച്ച് കൊടുത്തത്, അടുപ്പിച്ച് സ്റ്റോൺസ് വെച്ച് കൊടുത്തത്. ഇത് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൽ കുറേ വർക്ക് വരുമല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്നില്ലേ വർക്ക്, ആ വർക്കിൻ്റെ നടുക്ക് നമുക്ക് എന്തെല്ലാമാണോ ഐഡിയ വരുന്നത് അതുപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലൊരു ലൈൻ മാത്രം കൊടുക്കണം. ആ ലൈനും കൂടി ആയാൽ നമ്മൾ കംപ്ലീറ്റ് പരിപാടി അവിടെ തീർന്നു. അപ്പോൾ ആളെ ഞാൻ ബീഡ് ചെയിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബീഡ് ചെയിൻ വെച്ചിട്ട് കംപ്ലീറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്ലെയിനാണ്. അപ്പോൾ ആ പ്ലെയിൻ ഒന്ന് ഡ്രസ്സാക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഇപ്പം യൂസ് ചെയ്ത സീക്വൻസില്ലേ, അത് കുറച്ച് ഷൈനിങ് ഉള്ള സീക്വൻസ് ആട്ടോ. അത് നല്ല രസമാണ് കാണാൻ. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചോദിക്കില്ല ഇത് പറഞ്ഞു വരും. ഞാനിത് വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞു വന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പം ഇത് ഒട്ടിച്ചിട്ട് വാഷ് ചെയ്തിട്ട് പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തന്നെ കുറ്റം പറയരുത്. കാരണം ഓരോ ഇനും ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. വെലോസിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ B7000 എടുക്കാൻ. ഞാൻ ആദ്യമേ എപ്പോഴും ഞാൻ പറയലുണ്ട്, നമ്മൾ ഈ ഗം എടുക്കുന്ന സമയത്ത് മാക്സിമം ഷോപ്പിൽ നിന്ന് ലോക്കൽ റേറ്റിന് എടുക്കാണ്ടിരിക്കുക. നിങ്ങൾ കഴിയുന്നതും ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വെലോസിറ്റീൻ്റെ ഇത് നോക്കിയിട്ട് എടുക്കാം. മീഡിയം വെലോസിറ്റി ഉണ്ട്, ഹൈ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ആ വെലോസിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് പറഞ്ഞു വരും കേട്ടോ. ഇനി പറഞ്ഞു വന്നിട്ട് ഈ ചേച്ചി അങ്ങനെ പറഞ്ഞില്ലല്ലോ, വന്നിട്ട് പറഞ്ഞു വന്നല്ലോ എന്നൊന്നും ആരും പറഞ്ഞിട്ട് വരരുത്. വെലോസിറ്റീൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ട്. വെലോസിറ്റി ഉള്ളതാണെങ്കിൽ യെല്ലോ കളറായിരിക്കും, നല്ല ഡാർക്ക് യെല്ലോ കളറായിരിക്കും. നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന B7000 എടുത്താൽ തന്നെ മനസ്സിലാവും. അത് സാധാ നമ്മളെ എന്താ പറയുക, സാധാ ഗം എങ്ങനെയാണോ ആ ഒരു ടൈപ്പാണ്. B7000 നമ്മൾ ഷോപ്പിൽ നിന്നല്ലാണ്ട് ഓൺലൈൻ ത്രൂ എടുക്കുന്നതാണെങ്കിൽ അത് കുറച്ച് കട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് പുറത്ത് വെക്കുമ്പോൾ തന്നെ അത് കട്ട പിടിക്കും. നമ്മളെ ഇതല്ലല്ലേ ഫെവിക്വിക്കും സംഭവമില്ല, അതിങ്ങനെ നമുക്ക് അധികം തുറന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അപ്പോഴത്തേനും കട്ട പിടിക്കില്ല. അതുപോലെ ഇതും കട്ട പിടിക്കും. പക്ഷെ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് എത്ര ടൈം വെച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിയിട്ട് ഒട്ടിക്കണം. അല്ലാണ്ട് ക്വാളിറ്റി ഇല്ലാത്തത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ട് ഒട്ടിച്ചിട്ട് കൊളായിപ്പോയി എന്ന് പറയാൻ നിൽക്കരുത് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മളെ പരിപാടിയിലൂടെ അവസാനിക്കാനായിട്ടുണ്ട്. ഞാനിത് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കി വന്ന ബീഡ്സും പിന്നെ എന്താ പറയുക സീക്വൻസൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ പരവരെയും ഒട്ടിക്കാനുള്ളൊരു ത്വര വരും. അങ്ങനെ ത്വരയിൽ ഞാനങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക്